വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു ഇ ഇൻ മൈ ലൈഫ്. ഇന്ന് ഞാൻ മാംഗ്ലൂർ എൻ്റെ പി ജിയിലോട്ട് മാറിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരമായിരുന്നു ഇവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയത്. ദാറ്റ് ഈസ് മൺഡേ ഈവനിങ് ആയിരുന്നു സ്റ്റേ ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് വെനസ്ഡേ മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും ക്ലാസ്സിന് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തുവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു 10:50 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് അവർ മാം ലീവായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ പി ജി ലൈഫിലെ ഒരു ഡേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഡേ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും. ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഇപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആണെങ്കിൽ മോർണിംഗ് 7:50 ക്ലാസ് തുടങ്ങും. ഇന്ന് ഫസ്റ്റ് അവർ എനിക്ക് ക്ലാസ് ഇല്ല, ഫ്രീ അവർ. സെക്കൻഡ് അവർ മാം ലീവാണ്. അതുകൊണ്ടാണ് എനിക്കിന്ന് 10:50 ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ബാക്കി നോർമൽ ഡേയ്സിലെല്ലാം 9 o'clock ക്ലാസ് തുടങ്ങാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇപ്പം ഞാൻ ഇന്നൊരു 7:45 എണീച്ചു. എന്നിട്ടിപ്പോൾ പോയി ഫുഡ് കഴിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും വെള്ള കളർ കടലക്കറി ആയിരുന്നു. പക്ഷെ ഞാൻ പോയപ്പോഴത്തേനും തീർന്നിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, പക്ഷേ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഉച്ചക്കത്തെ നെയ്ച്ചോറും അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, ഇപ്പോൾ സമയം 9 മണിയായി. എനിക്ക് 10:30 വരെ ടൈമുണ്ട്. സോ 10:30 ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ വാട്ട് ഐ ആം പ്ലാനിങ് ടു ഡു ഈസ് ഓക്കെ, ആദ്യം നമുക്ക് റെഡിയാവാം. എന്നിട്ട് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഒന്നെങ്കിൽ 2-3 അങ്ങനെ ഉള്ളൂ. ഒന്നെങ്കിൽ വാഷിംഗ് മെഷീനിൽ പോയി കൊണ്ടിടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ തന്നെ അലക്കിയിട്ട് മുകളിൽ കൊണ്ട് അറിയണം. എനിവേ ടൈമുണ്ട്. ഓക്കെ, അങ്ങനെ ആദ്യം തന്നെ മുടിയിൽ തുടങ്ങി. മുടിയിൽ ജട തീർക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കില്ല പണിയാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് മുടിയിൽ ജടയെല്ലാം തീർത്ത് ബട്ടർഫ്ലൈ ക്ലിപ്പിട്ട് കുത്തി വെച്ച്. ഇന്ന് ഈ ക്ലിപ്പ് കുത്തിയോണ്ട് ഉച്ചക്ക് ക്ലാസ്സിൽ നിന്ന് മിസ് ബട്ടർഫ്ലൈ ഗേൾ വിളിച്ചിന്. എന്നിട്ട് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടെല്ലാം വെച്ച് കഴിയുമ്പോൾ തന്നെ കുറേ സമയമായി. ഇതൊന്നും ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ല, വല്ലപ്പോഴും നല്ല മൂടുണ്ടാകുമ്പോൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഉറങ്ങിയണീച്ച പോലെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനിപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണെന്നില്ല കേട്ടോ, അതാണ് ഈ ഏരിയ. അപ്പോൾ എന്നിട്ട് അലക്കൽ പരിപാടിയിലോട്ട് കടന്ന് വാഷിംഗ് മെഷീനിലിട്ട് 2 തിരിയങ്ങ് തിരിച്ച് ഡ്രയറിലിട്ട് ഉണക്കി കഴിഞ്ഞു അലക്കൽ. എന്താണെന്നറിയില്ല, എനിക്ക് പണ്ടേ സെൽഫ് ലവ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ സ്വന്തം സൗന്ദര്യം ആസ്വദിച്ച് നിന്ന് ശരിക്കും വയ്യ. അങ്ങനെ എല്ലാം അലക്കി കഴിഞ്ഞ് ആറിയിട്ട് കഴിഞ്ഞ് ഇതാ കാലി ബക്കറ്റായി. എന്നിട്ട് നമ്മൾ റൂമിലോട്ട് പോകുന്നതാണ്. ആദ്യം റൂമിലോട്ട് പോകാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങാൻ മടിയാവും, നമുക്ക് ലിഫ്റ്റ് കയറാം. അങ്ങനെ ലിഫ്റ്റ് കയറി റൂമിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോകുന്നതാണ്. ഇതാണ് കോളേജിൽ പോകുമ്പോൾ ലുക്ക്. അപ്പോൾ ബൈ. അങ്ങനെ ആദ്യം നമുക്ക് ലിഫ്റ്റ് കയറാം. ലിഫ്റ്റ് ചില സമയത്ത് ഇവിടെ നിർത്താണ്ട് ഒരൊറ്റ പോക്കങ്ങ് പോകും. മുകളിൽ നിന്ന് ആരെങ്കിലും കയറിയിട്ടാകുമ്പോൾ ഉള്ളിലിങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വന്നോട് 1 hour മാത്രമേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. ഇനി ഒരു 12:30 ആകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. താഴെ ബസ്സിൽ ഫുഡ് കഴിക്കാൻ പോകാം. അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 4:10 വരെ ക്ലാസ് ഉണ്ടാവും തോന്നുന്നു. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ എനിക്ക് രാവിലെ കഴിച്ച അതേ ഫുഡ് തന്നെയായിരുന്നു ഉച്ചയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ് തന്നെയാണ്. നെയ്ച്ചോറും പരിപ്പ് കറിയും അച്ചാറും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് കോളേജിൽ പോവാം. ബൈ. ഇന്നപ്പോൾ സാറ് ലീവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സിലബസായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മൂവി വെച്ചാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും വർത്തമാനം പറയുന്നതാണ്. I got new subscriber. ഇതാണ് എൻ്റെ പുതിയ സബ്സ്ക്രൈബറെ. ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചൊന്നുമല്ല, ആളിഷ്ടത്തിന് തന്നെ ചെയ്തതാണ്. ആൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഉണ്ട്. ആളുടെ പേര് നിധിജ എന്നാണ് പേര്. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് ടിനാജ എന്നാണ് കേട്ടോ. ഇത് നമ്മൾ ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ്. അപ്പോൾ തലേ ദിവസം സാറുണ്ടായിട്ടില്ല. അന്നേരം ശരിക്കും കാണാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു 3:30 ആകുമ്പം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഉറങ്ങിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് സന്ധ്യയായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അസൈൻമെൻറ്റ്സ് എഴുതാൻ തുടങ്ങാമെന്ന്.
അങ്ങനെ അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്. ഇവിടെ ഞാൻ ഒരു റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ കർട്ടൻ ഉണ്ട്. അപ്പം കർട്ടൻ ഇല്ലെങ്കിലും അധികം വെളിച്ചം ഇവിടെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം എഴുതാനും എൻ്റെ വർക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പം എഴുതുക, ചെയ്യാം. എന്നാ എഴുതണ്ടെന്ന് അറിയാണ്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്ന് ചിന്തിച്ച് എവിടെയല്ലോ എത്തലാന്ന് എൻ്റെ പണി. മെയിൻ പരിപാടിയാണ് ഓവർ തിങ്കിങ്. അങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാൻ മുടി മുറിച്ചു ഗൈസ്. ഞാൻ നല്ലോണം ഡെയിലി ഹെയർ കെയർ എല്ലാം ചെയ്ത് എൻ്റെ മുടി നല്ല നീളമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡാമേജ്ഡ് ഹെയർ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും മുറിക്കണം എന്ന് വിചാരിച്ച്, പിന്നെ ആരാന്നൊരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്, അങ്ങനെ മുടി മുറിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലാപ്ടോപ്പിൽ കുത്തിക്കൊണ്ടിരുന്ന് അങ്ങനെ കുറേ സമയം കളഞ്ഞു. എനിക്ക് ഇങ്ങനെ വെറുതെ സമയം കളയുന്ന തീരെ ഇഷ്ടമില്ല. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉറങ്ങി, എനിക്കും ഉറങ്ങണ്ടേ, അപ്പം ഞാനും ഉറങ്ങല. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.